ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെസ്വാൻ ചട്നിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് മോമോസിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മുളകൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു വലിയൊരു പിടി മുളക് ഇട്ട് കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു 40 ഗ്രാമോളം വരും. അപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 15 മിനിറ്റോളം വേവിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 15 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ലൊരു റെഡ് കളറും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് ഗാർലിക് വേണം, വെളുത്തുള്ളി. അപ്പോൾ ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി 1/2 കപ്പോളം വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ ക്രഷ് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു ഗാർലിക് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ക്രഷ് ചെയ്തെടുത്ത വെളുത്തുള്ളി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഈ ഒരു ഗാർലിക്കൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് മല്ലിയിലയുടെ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ലീഫ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല, തണ്ട് മാത്രമാണ് കൂടുതലും ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണ് തണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് അരച്ച മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ഇല്ലെങ്കിൽ ലെമൺ ഡ്രോപ്സ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3-4 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി വേണ്ടത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട്
ഒന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഷെസ്വാൻ ചട്നിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മോമോസിൻ്റെ കൂടെയും നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്